ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 2 വീഡിയോയിലായിട്ട് 14 അക്ഷരങ്ങളുടെ മഖ്റജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം ത്വായാണ്. ത്വാ നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ചാണ് മുരടിൽ മുട്ടിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പം നാവിൻ്റെ തുമ്പ് ഈ പല്ല് മുളച്ച് വരുന്ന ഒരു ഊനുണ്ട് ഉൾഭാഗത്ത്, ഓക്കെ, അതിലാണ് നമ്മൾ നാവിനെ മുട്ടിക്കേണ്ടത്. ഈ സെയിം മഖ്റജ് എന്ന് വരുന്ന 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് തായാണ്, താ, ദാൽ. ഈ 3 അക്ഷരവും ഇതേ മഖ്റജ് എന്നാണ് വരുന്നത്. നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ മുരടും. ഓക്കെ, അപ്പോൾ ഈ അക്ഷരങ്ങൾ പോ ഹെവി ലെറ്ററാണ്, താ, ദാൽ ലൈറ്റ് ലെറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഒരേ മഖ്റജ് എന്ന് വരുന്ന ഹെവി ലെറ്ററും ലൈറ്റ് ലെറ്ററും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നത് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. അക്ഷരത്തിൻ്റെ മഖ്റജും സ്വഭാവവും കൂടി കൂടുന്ന സമയത്താണ് ഓരോ അക്ഷരങ്ങളും അക്ഷരത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. അടുത്ത അക്ഷരം വോ. വോ നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ അരികെ പല്ലിൻ്റെ എൻഡിൽ, മുൻപല്ലിൻ്റെ മുകളിലത്തെ മുൻപല്ലിൻ്റെ അവസാനത്തിൽ പല്ലുമ്മ തട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വോ വോ എന്ന് ഉച്ചരിക്കുക. ഇതേ മഖ്റജിൽ നിന്നും 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാൽ, സ, സ, ദാൽ. അതേ മഖ്റജിൽ തന്നെയാണ് വോ. വോ ഈ വോ ഹെവി ലെറ്ററാണ്, പക്ഷേ സ, ദാൽ ലൈറ്റ് ലെറ്റേഴ്സാണ്. അത് രണ്ടും ലൈറ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മഖ്റജ് സെയിം ആണെങ്കിലും സ്വഭാവത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന സൗണ്ട് വ്യത്യാസം വരും. അങ്ങനെയാണ് ഒരേ മഖ്റജിൽ നിന്ന് തന്നെ ദാൽ, സ, വോ എന്നുള്ള 3 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അടുത്ത അക്ഷരം ഓയിൻ. ഓയിൻ. ഈ ഓയിന് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഓയിന് പുറപ്പെടുന്നത്. 2 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് 2 അക്ഷരങ്ങളുണ്ട്. അതിൽ ഒന്ന് ആയിനാണ്. ആയിന് ലൈറ്റ് ലെറ്ററാണ്. പക്ഷെ ആയിനെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിനെ കുറച്ച് ബാക്കോട്ട്, നാവിനെ ഉള്ളിലോട്ട് കുറച്ച് വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓയിൻ. ഓയിൻ. ഇപ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ് ഓയിന്. അപ്പോൾ ഇതേപോലെ നാവിനെ ഉള്ളിലോട്ട് വലിച്ചു പിടിച്ച് ആ സമയത്ത് നമ്മളുടെ തൊണ്ട കുറച്ച് ഓപ്പൺ ആവും. അങ്ങനെയാണ് നമ്മൾ ഓയിനിനെ ഉച്ചരിക്കേണ്ടത്. അടുത്ത അക്ഷരം റോയിൻ. റോയിൻ. റോയിനും തൊണ്ടയുടെ അക്ഷരം തന്നെയാണ്, പക്ഷെ അത് പുറപ്പെടുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിന് ഒരു സ്ക്രാച്ച് വരും. റോയിൻ. റോയിൻ. ഓയിനാകുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ എവിടെയും തട്ടുന്നില്ല, സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നായതുകൊണ്ട് അവന് എവിടെയും സ്ക്രാച്ച് ഒന്നും വരുന്നില്ല. പക്ഷേ റോയിൻ, റോയിൻ വരുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. അപ്പം അത് നന്നായി ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. അടുത്ത അക്ഷരം ഫ. ഫ മേലെ മുൻപല്ലും താഴെ ചുണ്ടിൻ്റെ നനഞ്ചാം ഭാഗവും. അപ്പോൾ പല്ല് ചുണ്ടിൻ്റെ മുകളിൽ തട്ടിയാണ് എന്ത് വരുന്നത്, ഫ. ഫ എന്നുള്ള അക്ഷരം വരുന്നത്. പല്ലിന് ചുണ്ടിൻ്റെ മുകളിൽ തട്ടിച്ചിട്ടാണ് ഫ. അപ്പോൾ നമ്മൾ വാവ് പറയുമ്പം പല്ലിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചുണ്ടിൽ തട്ടിക്കാൻ പാടില്ല. ഫായ്ക്കാണ് എന്ത് ചെയ്യുക, ഫ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോഴാണ് നമ്മൾ പല്ലിനെ ചുണ്ടിൽ തട്ടിച്ച് ഉച്ചരിക്കുന്നത്. അപ്പോൾ 2 അക്ഷരം കൂടി മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഫ. ഫ. അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങൾ ഓരോന്നിൻ്റെയും മഖ്റജ് പഠിക്കുന്നത് സമയത്ത് മാത്രം നമ്മുടെ അക്ഷരത്തിൻ്റെ പഠനം പൂർത്തിയാകുന്നില്ല.
നമ്മൾ അക്ഷരത്തിൻ്റെ സ്വഭാവങ്ങളും കൂടി സ്വഫാത്ത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്തുള്ളൂ ഓരോ അക്ഷരങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുള്ളൂ. ഓക്കെ. അടുത്ത അക്ഷരം ഖാഫ്. ഖാഫ് ഖാഫ് ഭാരമുള്ള അക്ഷരമാണ്, ഹെവി ലെറ്ററാണ്. നാവിൻ്റെ അങ്ങേ അറ്റം മേലെയുള്ള മാംസമുള്ള അണ്ണാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിനെ മുകളിലുള്ള അണ്ണാക്കിലേക്ക് നമ്മൾ നാവിനെ ഇങ്ങനെ വെച്ച് ബേക്കോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു ഇറച്ചിയുള്ള ഭാഗം കിട്ടും. നമ്മൾ നാവുകൊണ്ട് തൊടാൻ പറ്റും നമുക്ക്. അപ്പോൾ അവിടെ ആ ഭാഗം താഴ്ഭാഗവുമായിട്ട് മുട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഖാഫ് എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. അപ്പം നാവും ആ ഇറച്ചിയുള്ള ഭാഗം കൂടെ പരസ്പരം ടച്ച് ചെയ്യുന്ന സമയത്താണ് ഖാഫ് എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. അപ്പോൾ ഖാഫ് ഭാരമുള്ള അക്ഷരമാണ്. ഓക്കെ. അടുത്തത് കാഫ്. ഖാഫിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന സമയത്താണ് എന്തുള്ളത്, കാഫ്. എന്ന് പറഞ്ഞാൽ ഖാഫിൻ്റെ അവിടെ നമ്മൾ നാവുകൊണ്ട് തൊട്ട് വെക്കുമ്പോൾ അവിടെ ഒരു ഇറച്ചിയുള്ള ഭാഗം നിന്നാണ് ഖാഫ് വരുന്നത്. പക്ഷെ കാഫ് വരുന്നത് അതിലെത്തുന്നതിൻ്റെ മുന്നേ എല്ലുള്ള ഭാഗമുണ്ട്, എല്ലുള്ള അണ്ണാക്കുണ്ട്. ആ എല്ലുള്ള അണ്ണാക്ക് അതിന് തൊട്ട് താഴെയുള്ള നാവിൽ മുട്ടുന്ന സമയത്താണ് എന്ത് വരുന്നത്, ഖാഫ് എന്നുള്ള കാഫ് അക്ഷരം വരുന്നത്, കാഫ്. അപ്പോൾ ഖാഫ് ഹെവി ലെറ്ററാണ്, കാഫ് ലൈറ്റ് ലെറ്ററാണ്. അപ്പോൾ അക്ഷരത്തിൻ്റെ സ്വഭാവം കൂടി പഠിക്കുന്ന സമയത്ത് നമുക്ക് അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല രീതിയിൽ അക്ഷരങ്ങളെ പഠിച്ച് മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനെ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.